ചാമ്പ്യൻസ് ലീഗിലെ ഈ ആഴ്ചയിലെ ഏറ്റവും മികച്ച താരമായി ഹൂലിയൻ ആൽവാരസിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ശരിക്കും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഹൂലിയൻ ആൽവാരസിനെ സംബന്ധിച്ച് ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യ സീസണിൽ തന്നെ ടീമിന്റെ അവിഭാജ്യ ഘടകമാകാൻ അൽവാരസിന് സാധിച്ചു. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ലെവർക്യൂസിനെതിരെ 2 നിർണായകമായ ഗോള്, അതായത് ടീം ആദ്യം തന്നെ ഒരു റെഡ് കാർഡ് വാങ്ങുന്നു, 10 പേരുമായി കളിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു, അതിനുശേഷം ഒരു ഗോൾ വഴങ്ങുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു തിരിച്ചു വരവിനുള്ള ഒരു ശ്രമം അത്ലറ്റിക്കോ മാഡ്രിഡ് നടത്തിയത്. അതിലെ ആ ഒരു റിസൾട്ട് ആയിരുന്നു ആദ്യത്തെ ആ ഒരു മനോഹരമായ ഒരു ഗോൾ. ശരിക്കും ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിന്റെ എക്സാമ്പിൾ ആയിരുന്നു. അൽവാരസ് എന്ന് പറയുന്ന പ്ലെയറിന്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിന്റെ എക്സാമ്പിൾ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ഗോൾ. രണ്ടാമത്തെ ഗോൾ ആണെങ്കിൽ അവസാന നിമിഷം വിജയ ഗോൾ നേടിയതും സമാനമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്കില്ലിന്റെ എക്സാമ്പിൾ ആയിരുന്നു. അൽവാരസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഒരു ബിഗ് മാച്ചിലെ ഒരു പ്ലെയർ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, ഫോർവേഡ് ലൈനിൽ ഏത് പൊസിഷനിൽ കളിച്ചാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്നുള്ള അവസ്ഥയിലേക്ക് അൽവാരസ് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഹാലൻഡ് ഇല്ലെങ്കിൽ സ്ട്രൈക്കറുടെ റോളിലേക്ക് സ്വിച്ച് ചെയ്ത് അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അപ്പോൾ ഏത് റോളാണോ തന്നെ ഏൽപ്പിക്കുന്നത്, അതിപ്പോൾ സ്ട്രൈക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ ആയിരിക്കാം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആവാം, ഈവൻ വിങ്ങർ ആവാം, ഏത് റോളാണോ ആ റോള് അൽവാരസിന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് പാടവം, പിന്നെ അതുകൂടാതെ ഫിനിഷിംഗ് മികവ്, പിന്നെയാണെങ്കിൽ ബോൾ കൺട്രോള്, പിന്നെ ക്ലെവർനെസ്, അതായത് ഹാഫ് ചാൻസസ് ഒക്കെ ഗോളാക്കി മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി, എതിരാളിയുടെ ഒരു പിഴവ് മനസ്സിലാക്കി ഗോൾ നേടാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ അത് കണ്ടു, ലേറ്റസ്റ്റ് ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തിൽ കണ്ടു. അതാണ് അൽവാരസ്. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ 24 വയസ്സിനിടയിൽ അദ്ദേഹം നേടാത്ത നേട്ടങ്ങളില്ല. ലോകകപ്പ്, 2 കോപ്പ അമേരിക്ക, പിന്നെ ചാമ്പ്യൻസ് ലീഗ്, ട്രിപ്പിൾ നേട്ടം, പ്രീമിയർ ലീഗ്, ഒന്നും പറയണ്ട. കാരണം ഇനി അദ്ദേഹത്തിന് ഒന്നും നേടാനില്ല. അപ്പോൾ എന്തായാലും ഒരു റൈറ്റ് സ്റ്റെപ്പ് തന്നെയായിരുന്നു ഹൂലിയൻ അൽവാരസിനെ സംബന്ധിച്ച് ഈ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്കുള്ള ചുവടുമാറ്റം. ഹാലൻഡിന്റെ നിഴലിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു തീരുമാനം എന്തായാലും റിസൾട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ സീസണിൽ തകർത്തു കളിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി. സിമിയോണിയുടെ ഏറ്റവും അരുമ ശിഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ അൽവാരസ് എന്നുള്ളതാണ്. സിമിയോണി ഈ ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത് അൽവാരസ് ഒരു ലെജൻഡൊക്കെ ആയിട്ട് മാറും ക്ലബിൻ്റെ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ പ്ലേസ് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നുള്ള ആ ക്ലബിന് ഉള്ളിൽ അദ്ദേഹത്തിന് ഉണ്ടാകും, അൽവാരസിന് ഉണ്ടാകും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സിമിയോണി നൽകിയിരിക്കുന്നത്. സിമിയോണിയുടെ ഒരു മാവറിക്കായുള്ള തന്ത്രങ്ങൾക്കൊക്കെ അനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫോർമേഷൻ ഏത് രീതിയിൽ ചേഞ്ച് ചെയ്താലും ആ ചേഞ്ച് ചെയ്യുന്ന ഫോർമേഷൻ അനുസരിച്ച് കളിക്കാൻ പറ്റും എന്നുള്ളതാണ് അൽവാരസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു റിസൾട്ട്. അതുമാത്രമല്ല, കോമ്പിനേഷൻ പ്ലേയിലാണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ എക്സൽ ചെയ്ത് കളിക്കും. നോ ഈഗോസ് ഇല്ലാത്തൊരു പ്ലെയറാണ്. ശരിക്കും ഒരു അസറ്റ് തന്നെയാണ് ഹൂലിയൻ അൽവാരസ് ഏതൊരു ടീമിനും. അവിടെയാണ് നമ്മൾ ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ശരിക്കും പെപ് ഗാർഡിയോള വരുത്തി വെച്ച ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഹൂലിയൻ അൽവാരസിനെ കൈവിട്ടത്. അതുപോലെ തന്നെ കോൾ പാമറയും. അപ്പോൾ ഈ പ്ലെയേഴ്സിനെയൊക്കെ കൈവിട്ടതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അൽവാരസ് സിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ സിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് മാറ്റം ടീമിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും. അൽവാരസ് ഈ ഒരു സീസണിൽ ശരിക്കും തകർത്തു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പം 31 മത്സരങ്ങളാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഈ സീസണിൽ ആകെ കളിച്ചത്, എല്ലാ ടൂർണമെന്റുകളിലുമായി. അതിൽ നിന്ന് ഇപ്പം 16 ഗോളും 2 അസിസ്റ്റും. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ 7 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളാണ് അൽവാരസിന്റെ സംഭാവന. അതുമാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വൈറ്റലായ ഗോളുകൾ നേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകളും ആ രീതിയിലായിരുന്നു. ആദ്യം ഈക്വലൈസർ നേടുന്നു, പിന്നീട് അവസാന നിമിഷം വിജയ ഗോൾ സ്വന്തമാക്കുന്നു. 6 വിന്നിംഗ് ഗോളാണ് ഈ ഒരു സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി അൽവാരസ് നേടിയിരിക്കുന്നത്. ഇപ്പം വിനീഷ്യസിനെയും റഫീനിയെയും ഒക്കെ മറികടന്നാണ് ഈ ആഴ്ചയിലെ ഏറ്റവും മികച്ച താരമായി, ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച താരമായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അൽവാരസ് എന്ന് പറയുന്ന ഒരു പ്ലെയറെ വേറിട്ട് നിർത്തുന്നത്. അൽവാരസ് ഒരു മാജിക് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയ്ക്കും ഫ്ലെക്സിബിൾ ആയുള്ള ഒരു പ്ലെയറിനെ ഏതൊരു കോച്ചിനും കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരിക്കും. അതാണിപ്പം സിമിയോണി നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഹൂലിയൻ അൽവാരസിന്റെ ഒരു പെർഫോമൻസ്? അതുമാത്രമല്ല, മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മാറ്റം, ആ ഒരു ബോൾഡ് ഒരു സ്റ്റെപ്പ്, അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.